ഇത് കണ്ടോ, നല്ല കറിവേപ്പിലയാണ്. ഉസ്താദ് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ സ്വഭാവൽ ഹെയറിൽ. എന്താണ് പരിപാടിയെന്ന്. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാന്നേ. എന്നാൽ നിങ്ങൾക്കറിയാത്ത 10-15 ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മൾ ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയുന്നുണ്ട്. ഇനി അതൊക്കെ കുറയ്ക്കാന്നേ. കുറച്ചൊക്കെ കറിവേപ്പില കൊണ്ട് വീട്ടിൽ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. വെറുതെ പറയല്ല, സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങളും കൂടെയാണ് നമ്മൾ പറയുന്നത്. അതുമാത്രമല്ല, പല ആളുകളും പറയാറുണ്ട് ഈ കറിവേപ്പിലങ്ങൾ നടു ഉസ്താദേ, പക്ഷേ നട്ട് കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങനെയെങ്കിലുമൊക്കെ നശിഞ്ഞു പോകും. അപ്പോൾ അത് കൃത്യമായി വളരാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അത് മാത്രമല്ലാന്നേ, ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ്റിന് പിടിക്കണില്ല. ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാകാൻ, ഭക്ഷണം ഗുണം ചെയ്യാൻ ഒരു അടിപൊളി ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നും കൂടെ പഠിച്ചാലോ? അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം മനോഹരാക്കണം. വേണ്ടേ? ഈ ആഴ്ചയിലെ വിജയാരാണെന്നറിയണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യവും അറിയണം. അപ്പോൾ മുഴുവനായി കേൾക്കുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവില്ലാണ്ട് ഉസ്താദ് വേപ്പിലേക്കായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പലരും ചിന്തിക്കണത് അല്ലേ? വേപ്പില ഒരു അടിപൊളി ഔഷധമല്ലേ? ആ ഔഷധത്തിൻ്റെ മഹത്വമൊക്കെ പറയണതിന് മുമ്പേ, ഈ ഭക്ഷണം കഴിച്ചിട്ട് വയറിന് പിടിക്കാത്ത കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും ഉസ്താദെ വയറ്റിനൊരു റാഹത്തില്ല, ആകപ്പാണ്ട് ഇടങ്ങേറാണ്. അപ്പം മെഡിസിനൊക്കെ എടുത്തിട്ടും ഒരു സുഖം കിട്ടണില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിന് പറ്റാത്തതുണ്ടെങ്കിൽ അതൊക്കെ ബാത്തിലായി പോകാൻ ആദ്യം നമ്മൾ നല്ല ബോധ്യത്തിൽ എനിക്കൊരു കഴിവുമില്ല, കഴിവ് മുഴുവൻ എൻ്റെ നാഥനായ റബ്ബിനാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറയുകയും വേണം. വേണ്ടേ? അവനല്ലേ നമ്മളെ കഴിപ്പിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സൂറത്തുൽ ഖുറൈശ് അങ്ങോട്ട് ഓതിയേക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖുറൈശ് എല്ലാവർക്കും അറിയാം അല്ലേ? ആ സൂറത്തുൽ ഖുറൈശ് ഓതലോടുകൂടെ തന്നെ നല്ല ബോധ്യത്തിൽ ഇഖ്ലാസോടുകൂടി ഓതിയാൽ അത് നല്ലൊരു ഔഷധമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ, വല്ല ബുദ്ധിമുട്ടൊക്കെ അത് നിമിത്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് കൊണ്ട് അതൊക്കെ തട്ടിപ്പോകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ആത്മീയമായ ഒരു പരിഹാരമാണ്. ഇരിക്കട്ടെ, വേപ്പിലയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ വിഷയം ഇന്ന് വേപ്പിലയാണ്. സംഗതി നമ്മൾ എന്തിനൊക്കെയാണ് വേപ്പില ചേർക്കാറില്ലേ? നല്ല നല്ല നാടൻ വേപ്പിലയാണത് അല്ലേ? നാടനാകുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഗന്ധം ഉണ്ടാവും. നമ്മൾ ഭക്ഷണത്തിന് രുചി കൂടാൻ ഇല്ല, ടേസ്റ്റിന് വേപ്പില ഉപയോഗിക്കും. നല്ല ഗന്ധം, നല്ല സുഗന്ധം ഉണ്ടാകാൻ. വേപ്പിലില്ലാതെ എന്ത് ഭക്ഷണമാണ്? ആ വേപ്പില താളിച്ചൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ലോകത്ത് പല രാഷ്ട്രങ്ങളിലും എന്തുണ്ട്? വേപ്പിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്, ഏഷ്യൻ വൻകരയിലാണ്. പല രാജ്യക്കാരും വേപ്പിലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ കേരളത്തിലാന്നേ. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. നമുക്ക് വേപ്പിലില്ലാണ്ട് പറ്റുമോ? വേപ്പിലില്ലാതെ വല്ല കറിയും പറ്റുമോ? നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ തന്നെ പറ്റണില്ല അല്ലേ? കാരണം വേപ്പില അങ്ങോട്ട് കിട്ടണം, അടിപൊളി സാധനം എന്നാണ്. എന്നാൽ അതിൻ്റെ ഗുണങ്ങളൊന്ന് മനസ്സിലാക്കിയാലോ? നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആത്മീയമായതും ഭൗതികമായതും ഒക്കെ ക്ലബ് ചെയ്തിട്ട് പറയാം. നമ്മൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചത് അവനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വേപ്പില പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ വേപ്പില പോലും അള്ളാഹ് തന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാ തന്നല്ല? നമുക്ക് തന്നെന്തിനാ? ഇത് പടച്ച് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ ആരെ കാണണം? അള്ളാഹിനെ കാണണം. ഇതിലൂടെ അള്ളാഹിൻ്റെ കഴിവിനെ തിരിച്ചറിയണം. ഇപ്പോൾ വേപ്പിലയിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ, നല്ല എനർജറ്റിക്കായി നിർത്താൻ വേപ്പില വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മുടെ മൂത്രത്തിലൂടെ
വിയർപ്പിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിന് അകത്തുള്ള വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാൻ വേപ്പില സഹായിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാം. വേപ്പില ഇങ്ങനെ വെറുതെ എടുത്തിട്ട് നല്ല വേപ്പിലാണെങ്കിൽ വെറുതെ ബിസ്മില്ലാ കഴിക്കാം. അതുപോലെ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം. കറികളിൽ ആഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ വേപ്പിലയുടെ മറ്റൊരു പ്രത്യേകതയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വേപ്പില ഉപയോഗിച്ചാൽ വളരെ നല്ലതാണെന്ന് ഇന്ന് മോഡേൺ സയൻസ് പോലും പറയുന്നുണ്ട്. പല ആളുകളിലും ഉള്ളൊരു പ്രശ്നമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ 2 തരത്തിലുണ്ട് അല്ലേ? നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ഇറച്ചി കഴിക്കുന്നത് കൊണ്ടല്ല പ്രശ്നം ഇവിടെ വരുന്നത്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരാളിപ്പോൾ 3 നേരവും മാംസാഹാരം അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നു, മീൻ കഴിക്കുന്നു, മുട്ട കഴിക്കുന്നു, ഇത് മാത്രം ഒരാൾ കഴിക്കുകയാണെങ്കിൽ അവന് മോശം കൊളസ്ട്രോൾ കൂടില്ല. നമുക്കെപ്പോഴാണ് ഈ നല്ല കൊളസ്ട്രോൾ മോശമായിട്ട് മാറുന്നത്? ഈ ഇറച്ചിയോടൊപ്പം 1 കിൻഡൽ ചോറെടുക്കുമ്പോഴാണ്, ഇറച്ചിയോടൊപ്പം പത്തിരി വരുമ്പോഴാണ്, ഇറച്ചിയുടെ കൂടെ ചപ്പാത്തി വരുമ്പോഴാണ്. ചപ്പാത്തി എന്തോ ഭയങ്കര നല്ല ആഹാരമെന്ന് കരുതിയിട്ട് ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ചില ഷുഗർ പേഷ്യൻസ് രാത്രി ചപ്പാത്തിയാക്കും. എന്നിട്ടൊരു 4-5 ചപ്പാത്തി അങ്ങോട്ട് അടിച്ച് കയറ്റും. ഷുഗറിൽ വാണം വിട്ട പോലെ കയറും. ചപ്പാത്തി എന്തോ ഷുഗർ ഉണ്ടാക്കാത്തൊരു സാധനം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. കാർബോഹൈഡ്രേറ്റ്സ്, അന്നജങ്ങൾ ഫാറ്റിൻ്റെ കൂടെ കൂടിച്ചേർന്നാൽ അത് മോശം ഫാറ്റായി നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ രാത്രി വല്ല സാലഡ്സ് കഴിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മീൻ കഴിക്കാം, ഇറച്ചി കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും, രാത്രി എന്നല്ല ഏത് സമയവും. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു പരിധിക്കപ്പുറം കാർബോഹൈഡ്രേറ്റ്സ് വരാൻ പാടില്ല. കറി കുറച്ച് കൂടുതലെടുക്കുക, ചോറ് കറിയേക്കാൾ കുറച്ചെടുക്കുക. നമ്മളെങ്ങനെ കഴിക്കൽ? ചോറ് ഒരുപാട് കൂടുതലും കറി കുറച്ചും. ശരിക്കും അങ്ങനെയല്ല എന്നാണ് ശാസ്ത്രം പറയണത്. ഇരിക്കട്ടെ. അപ്പോൾ കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരാൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ വേപ്പില ഇട്ട് തിളപ്പിക്കാം. വെറും വയറ്റിൽ ആ വെള്ളം ഇടയ്ക്കിടെ കുടിച്ചാൽ കൊളസ്ട്രോളിന് ശമനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ പ്രമേഹം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡേഞ്ചറാണ്. ഈ വെള്ളത്തിന് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുമെന്നാണ്. മൊത്തത്തിൽ തീർത്ത് കളയുന്നൊന്നുമല്ല. പ്രമേഹം തീരെ അശേഷം ഇല്ലാണ്ടാക്കും എന്നൊന്നുമല്ല. പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേപ്പിലയിട്ട വെള്ളത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ അമിതമായ വണ്ണം, നാം നല്ല ഫുഡ് അങ്ങോട്ട് അടിച്ച് കയറ്റും, എന്നിട്ട് വേപ്പിലയിട്ട വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ കൺട്രോളിങ്ങോടും കൂടെ തന്നെ ഈ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ വലിയ മാറ്റം, അമിതവണ്ണത്തിന്, നമ്മുടെ കൊഴുപ്പുകൾ കരിഞ്ഞു പോകാനായിട്ട് വളരെ നല്ലതാണെന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കിഡ്നിയുടെ പ്രവർത്തനം ഭംഗിയാക്കാൻ, കിഡ്നിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്താണ്? ഏറ്റവും നല്ല ഗുണം എന്താണ്? വിഷാംശങ്ങളെ പുറന്തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും മനോഹരമായ പ്രത്യേകത. ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് വേപ്പില എന്ന് പറയുന്നത്. വേപ്പില നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കിഡ്നിയെ കൂടുതൽ ഊർജ്ജസ്വലതയുള്ളതാക്കി തീർക്കാനായിട്ട് സഹായിക്കും. കിഡ്നിയുടെ പ്രവർത്തനം എളുപ്പമാവും. അപ്പോൾ വേപ്പില ഉപയോഗം കൊണ്ട് നന്നായിട്ട് നമ്മുടെ വേസ്റ്റുകളൊക്കെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെ മറ്റു വഴിയിലൂടെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മോരിൽ വേപ്പിലിട്ട് കുടിക്കുന്നത് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണെന്നാണ്. ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല ശുദ്ധമായ മോര് കിട്ടുകയാണെങ്കിൽ വേപ്പില ഇത്തിരി ഇട്ട് കുടിച്ചാൽ വളരെ നല്ലതാണ്. വേപ്പില എടുത്ത് എറിയരുത്, വളരെ നല്ലതാണ്. അതായത് നമ്മൾ ചിലരെയൊക്കെ പറയാറുണ്ട്, അവനെന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട ഒരു സാധനമാണ് വേപ്പില അല്ലേ? വേപ്പില കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് നേരെ പുറത്തേക്ക് ഇടും. ഇത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു സാധനമാണ് വേപ്പില എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും വേപ്പില എടുത്ത് പുറത്തേക്ക് കളയില്ല, അത് കഴിക്കുകയാണ് വേണ്ടത്. കാരണം അത്ര ഗുണമുണ്ട്. അതുകൊണ്ടാണ് പഴഞ്ചൊല്ല് വരെ വന്നത്, കറിവേപ്പില പോലെ എന്നെ ഒഴിവാക്കിയെന്ന്. കാരണം ഒരു ഗുണമില്ലാന്നും പറഞ്ഞ് ഒഴിവാക്കി വെക്കണ സാധനമാണ് കറിവേപ്പില. അതിനാണുള്ള ഗുണം മുഴുവനും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒരിക്കലും എറിഞ്ഞ് കളയേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് മാറ്റി നിർത്തേണ്ട ഒരു സാധനമൊന്നുമല്ല. വേപ്പില വളരെ നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ എടുത്ത് കളയാതെ അത് കുഴച്ച് കഴിക്കുക, അല്ലെങ്കിൽ ചവച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇറക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. വളരെ വളരെ നല്ല സാധനമാണ്. നമ്മുടെ ദഹനം എളുപ്പമാകാൻ നല്ലതാണ്. ദഹനപ്രക്രിയയൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. ഗ്യാസ്ട്രിക് പ്രശ്നമാണ് എല്ലാവർക്കും ഇല്ലേ? ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസ് കയറൽ, അടി കൂടെ പോക്ക്, മേലെ കൂടെ പോക്ക്, പറന്നടക്കൽ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്ക് വേപ്പിലയുടെ ഉപയോഗം വളരെ നല്ലതാണ്. എന്തിനേറെ ഇപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലേ, നല്ല ടെൻഷനുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും ടെൻഷൻ കുറയ്ക്കാനൊക്കെ വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം ഒറ്റയടിക്കാൻ കുറയ്ക്കുന്നൊന്നുമല്ല, മൈൽഡായിട്ട് ഒരു മാറ്റം ടെൻഷനിൽ പോലും ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് മോഡേണിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി വേപ്പിലയുടെ ഗുണം എന്താണെന്ന്. ഇനി പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ ചെയ്യാറില്ലേ, മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ വേപ്പില അരച്ചിട്ട് തേച്ച് പിടിപ്പിക്കും. എന്തിനത്? മുറിവ് ഉണങ്ങാൻ പോലും സഹായിക്കുന്ന സാധനമാണ്. ശരീരത്തിൽ സ്കിന്നിൻ്റെ ആരോഗ്യം, ഇപ്പം മുടി കൊഴിച്ചിൽ, താരൻ, ശരീരത്തിൽ ചൊറിച്ചിൽ, ഫംഗസ് ഒക്കെ ഉണ്ടാവുക, അതിനൊക്കെ വേപ്പിലയുടെ ഉപയോഗം നല്ലതാണെന്നാണ്. വേപ്പില അരച്ച് പുരട്ടിയാൽ ഈ ഫംഗസും അതുപോലെ തന്നെ മറ്റു പല ഈ
അലർജിക് പ്രശ്നങ്ങൾ പോലും മാറാൻ വളരെ നല്ലതാണെന്നാണ്. ഇപ്പോൾ ഒരു പിടി വേപ്പിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിങ്ങനെ ഒരു പച്ച നിറമാകുമ്പോൾ വാങ്ങി വെച്ചിട്ട് അത് തണുപ്പിച്ച് തലയിലൊക്കെ പുരട്ടിയാൽ, തലയിൽ പുരട്ടുക, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ അലർജിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പുരട്ടുക. അപ്പോൾ താരൻ മാറാൻ, അതുപോലെ തന്നെ അലർജി റിയാക്ഷനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ വളരെ നല്ലതാണെന്നാണ്. എന്തിനേറെ മുഖത്ത് നമ്മൾ ഈ വെള്ളം കൊണ്ട് കഴുകിയാൽ, ഈ വേപ്പിലിട്ട് തിളപ്പിച്ച് പച്ച നിറമായ വെള്ളം കൊണ്ട് കഴുകിയാൽ മുഖക്കുരു മാറാൻ, മുഖത്തൊരു ഗ്ലോ കിട്ടാൻ, ഒരു തിളക്കം കിട്ടാൻ, ഒന്ന് ഗ്ലാമർ ആകാനായിട്ട് വളരെ നല്ലതാണെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ വെള്ളം കൊണ്ട് കുളിക്കുന്നത് പോലും വളരെ നല്ലതാണെന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ നിപുണരായ വൈദ്യന്മാരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേപ്പില കൊണ്ട് എണ്ണ ഉണ്ടാക്കാം. അതിനാ നമ്മുടെ മുടി കൊഴിച്ചിൽ, മുടിക്ക് ബലം ഉണ്ടാക്കാൻ. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ തല ഒന്ന് തോർത്തുമ്പോഴേക്ക് ഈ തോർത്തിനകത്ത് തന്നെ, ആ തുണിയുടെ അകത്ത് തന്നെ നിറച്ച് മുടിയായിരിക്കും. ദൂരം മുടിയെ കൊഴിഞ്ഞു പോണത് എന്നാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. കാൽഷ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ D3 കുറവ്, അയണിൻ്റെ കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് നല്ല വേപ്പിലയുടെ എണ്ണ. ഇത് അലർജിക് റിയാക്ഷൻ ഉണ്ടോയെന്നൊരു പാച്ച് ടെസ്റ്റ് നടത്തുന്നതല്ല കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരല്പം തേച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അലർജിപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കരുത്. അല്പം തേച്ച് നോക്കാം. നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ചില ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ ഡോസ് വരും, എന്നിട്ട് അവിടെ റൗണ്ടിൽ ഇങ്ങനെ വട്ടോട്ട് വെക്കും. എന്തിനാ? അലർജി ഉണ്ടോയെന്ന് അറിയാനാണ്. അലർജി ഇല്ല, കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമാണ് ബാക്കി ഫുൾ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ. ചില മെഡിസിൻസിൻ്റെ റിയാക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അലർജിയുള്ള ഭാഗത്ത് ഇത്തിരി തേച്ച് പിടിപ്പിക്കാം. അലർജി ഒന്നും ഇല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് മുഴുവനും പുരട്ടി ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇളം ചൂടിൽ എണ്ണയിലേക്ക് വേപ്പില ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ തിളപ്പിക്കുക. എന്നിട്ടതൊരു പച്ച നിറമായി കഴിയുമ്പോൾ മാറ്റി വെക്കുക. തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ചൂടാറിയതിന് ശേഷം കേട്ടോ, ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കുളിച്ചോ, കഴുകിക്കളഞ്ഞോ. ഇത് ഇടയ്ക്കിടെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ 2-3 തവണ മതി മാക്സിമം, അതിലപ്പുറം ആകാൻ പാടില്ല. നമ്മളെ രക്തയോട്ടം കൃത്യമാകും. തലയൊട്ടിക്ക്, അതായത് മുടിയുടെ ബലം നന്നായി കൂടാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ചികിത്സാ രീതിയും കൂടെയാണത് കേട്ടോ. പിന്നെ ഇത് ഏത് വേപ്പില ഉപയോഗിക്കണം? എല്ലാ വേപ്പിലയും നല്ലതല്ല. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പിലയൊക്കെ ഒരുപാട് വിഷാംശങ്ങളുള്ള, പലയിടങ്ങളിലൂടെയും കടന്നു വരുന്ന സംഗതികൾ കഴുകാതെ പോലും ഉപയോഗിക്കുന്ന വീട്ടുകാരുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയി കാണിക്കും. ദൂരം വേസ്റ്റുകളുണ്ടാവും, അതിൽ ദൂരം മരുന്നുണ്ടാവും. ഇതിനേറ്റവും നല്ലത് ഉപയോഗിക്കാൻ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേപ്പിലയാണ്. ഇപ്പോൾ വേപ്പിലൊന്ന് നടാൻ പോലും മടിയാണ് നമുക്ക്, അല്ലേ? അപ്പോൾ വേപ്പില ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണ്. ഇനി പുറത്തുനിന്ന് വാങ്ങുന്ന വേപ്പിലാണെങ്കിൽ പരമാവധി ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. അത്രയും വിഷാംശം അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ തന്നെ പോകുന്ന സംശയമാണ്. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇത്തിരി മഞ്ഞളൊക്കെ ഇട്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കാവുന്ന സംഗതിയും കൂടെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പരമാവധി നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു സാധനമാണ് ആര്യവേപ്പ്. ആര്യവേപ്പും കൂടെയൊക്കെ വീട്ടിലുണ്ടോ? ആര്യവേപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അണുബാധകളിൽ നിന്ന് രക്ഷ തരാനായിട്ട് ഈ ആര്യവേപ്പിന് കഴിയുമെന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ചില പനികൾ ബാധിച്ചവർ, ചിക്കൻ ബോക്സൊക്കെ ബാധിച്ചവർക്ക് ആര്യവേപ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? അണുബാധകൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറഫയിൽ ചെന്നാൽ കാണാം ഒരുപാട് ആര്യവേപ്പിൻ്റെ ചെടികൾ നട്ടിട്ടുണ്ടാവും. എന്തിനത്? വായു ശുദ്ധീകരിക്കാനാണ്. ഓക്സിജൻ്റെ കൃത്യമായ അളവ് അവിടെ ഉണ്ടാകാനും, അതുപോലെ അതൊരു ബയോ ഫിൽറ്ററായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുന്നേ. കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിച്ചിട്ട് ശുദ്ധമായ വായു അവിടെ ഉണ്ടാക്കും. കീടങ്ങളെയൊക്കെ അകറ്റി നിർത്തും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ആര്യവേപ്പ് ഉണ്ടാകുന്നത് നല്ലതല്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ അതൊക്കെ മാറ്റി നിർത്തേണ്ട സംഗതിയാണ്. കാരണം അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് നല്ല ശുദ്ധമായ വായു തരാൻ, നല്ല വായു കിട്ടാനായിട്ട് ആര്യവേപ്പ് നല്ലതാണ്. അപ്പോൾ ശരീരത്തെ അരച്ചു പുരട്ടുന്നത് സോറിയാസിസിനെ തടയാൻ നല്ലതാണ്. മനസ്സിലായി? ഇപ്പോൾ വേദനയുള്ള ഭാഗത്ത് വെളിച്ചെണ്ണയാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയിൽ ആര്യവേപ്പിട്ട് തിളപ്പിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പച്ചനിറാകുമ്പോൾ മാറ്റി വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ശരീരത്തെ തേച്ച് പിടിപ്പിക്കുന്നത് വേദനയുള്ള ഭാഗത്തെ വേദന മാറാനൊക്കെ വളരെ വളരെ നല്ലതാണെന്നാണ്. ഇനി നിങ്ങൾ വെറും വയറ്റിൽ ഈ ആര്യവേപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ രക്തശുദ്ധി ഉണ്ടാകാനും, ഈ ചർമ്മരോഗങ്ങൾ മാറാനും, മുഖക്കുരുവിന് മാറ്റം വരാൻ, മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ മുഖം നമ്മുടെ സാധാരണ വേപ്പിലയാണെങ്കിലും ആര്യവേപ്പാണെങ്കിലും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുന്നതൊക്കെ വളരെ നല്ലതാണ്. ദഹനം എളുപ്പമാകാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ദീർഘകാലം ദഹന പ്രക്രിയയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പതിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഡെയിലി ഇത് പതിവാക്കണം എന്നല്ല. ഏതൊരു സംഗതിയും അമിതമായാൽ വിഷമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ഈ ഒരു പ്രക്രിയ ചെയ്താൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാവും. അമിതമാകരുത്. അമിതമായാലും പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിടയ്ക്ക് ഇങ്ങനെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പൈൽസ് കൊണ്ടൊന്നും ഇരിക്കാൻ പറ്റണില്ല, കിടക്കാൻ പറ്റണില്ല, ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യത്തിന് ഈ പറയുന്ന സംഗതികൾ ഉപയോഗിക്കാം. ഒരു 1/2 ഗ്ലാസ് മതി. മനസ്സിലായോ? ഒരു ആഴ്ചയിൽ
ഒന്നരാടം കഴിച്ചാൽ മതി. ഇന്ന് കഴിച്ചാൽ പിന്നെ നാളെയില്ല, മറ്റന്നാൾ. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ആഴ്ചയിൽ കൺട്രോൾ ചെയ്താൽ തന്നെ, കണ്ടിന്യൂ ചെയ്താൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ പല ആളുകൾക്കുള്ള സംഗതിയാണ്, ഉസ്താദെ കറിവേപ്പിലൊക്കെ നട്ടു പക്ഷേ ഇല ഉണ്ടാകണില്ല, പുഴു കൊണ്ടുപോകുന്നു. നമുക്ക് ഈ ഇല വളരാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ചാണകപ്പൊടിയൊക്കെ വിതറാവുന്നതാണ്. പക്ഷേ എന്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഈ തണ്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ടിടരുത്, അതിൻ്റെ ചുറ്റും ഇടണം. ചില ആളുകൾ ഇങ്ങനെ തണ്ടിലേക്ക് ചേർത്തിട്ടാണ് ഈ ചാണകപ്പൊടിയും മറ്റ് വളങ്ങളൊക്കെ ഇടുക. അങ്ങനെ ഇടരുത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതിൻ്റെ ചുറ്റും ഇടണം, മനസ്സിലായോ? പിന്നെ നന്നായി വളരാനായിട്ട് കാരണവന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, വെള്ളത്തിലേക്ക് കുറച്ച് പുളിച്ച തൈരൊക്കെ ആഡ് ചെയ്തിട്ട് അതിങ്ങനെ അതിൻ്റെ ഇലയിലും മറ്റ് താഴത്തൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ചയും അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനൊക്കെ നല്ലതാണെന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പുഴു തിന്നണതാണ് നല്ലത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതിൽ നിന്ന് പുഴു തിന്നാലും കിളി തിന്നാലും നിങ്ങൾക്കത് സ്വതക്കയാണ്. അവിടെ സ്വതക്ക കൊടുത്ത് ഊലിട്ടുന്നേ. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നിസ്കാരം ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. വല്ല പുഴുവോ വല്ല പക്ഷിയോ ഭക്ഷിച്ചതിൻ്റെ ബാക്കി നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ കൂലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയാലോ. മനസ്സിലായോ? ഒന്നാമത് ഈ ചൂട് സമയം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇത്തിരി വെള്ളം നിറച്ചിട്ട് നമ്മുടെ വീടിൻ്റെ വാതിക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കണം. വല്ല കിളികളോ പൂച്ചയൊക്കെ ഒന്ന് കുടിച്ചോട്ടെ, നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ട് അള്ളാൻ്റെ മുമ്പിൽ വിശാലാവല്ലേ. ഇപ്പം എത്ര വലിയ മഹാഭാഗ്യമാണത്. അപ്പോൾ വേപ്പില പുഴു തിന്നു പോകുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അൽഹംദുലില്ലാ പറയണം. സ്വഭാവലേറിലെ കുട്ടികൾ അങ്ങനെയാണ് വേണ്ടത്, അൽഹംദുലില്ലാ പറഞ്ഞോളണം. അപ്പോൾ അടച്ചോനും ഞാനുണ്ടാക്കിയ വേപ്പില വളരണില്ലല്ലോ, അങ്ങനെയല്ല. അൽഹംദുലില്ലാ, എനിക്ക് അത്രയും പ്രതിഫലം അള്ളാൻ്റെ അടുക്കൽ കിട്ടിയല്ലോ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പോൾ പുഴു തിന്നതിൻ്റെ പേരിൽ പുഴുവിനെ കാണുമ്പോൾ പുഴുവേ ഞാനുണ്ടാക്കിയ വേപ്പലയാണ്, എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണോടാ എന്ന് പറയാൻ നിൽക്കോ? ഇല്ലല്ലോ. മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. അപ്പോൾ അവിടെ ഇഖ്ലാസ് ഇത്തിരി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ പുഴു തിന്നോട്ടെ, അള്ളാൻ്റെ അടുക്കൽ വലിയ സ്ഥാനത്തിനത് കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും വേപ്പില നല്ലൊരു സിദ്ധൌഷധമാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എപ്പോൾ ഉപയോഗിച്ചാലും ബിസ്മി ചൊല്ലി ഉപയോഗിക്കുക. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരു ഇബാദത്തും കൂടെയായി. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചയിലെ വിജയി ആരാണെന്ന് അറിയണം. അഡ്മിൻസ് കുട്ടികളൊന്ന് വേഗം നോക്കി ആരാണെന്ന്. മാഷാ അല്ലാഹ്, അൻഫാസ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാണ് ഈ ആഴ്ചയിൽ 1000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പറുകൾ താഴെയുണ്ട്. 2ാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കൂടെ കൊടുക്കണം കേട്ടോ, ആ നമ്പർ കൂടെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഹദിയ വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ളൊരു സങ്കടപ്പെടേണ്ട. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച അടുത്ത വിജയം നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ. അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ റമദാനിൽ 11,000 കിട്ടിയതിൽ ഒരു സഹോദരി പറഞ്ഞത്, ഉസ്താദേ, സഹോദരിയാണോ സഹോദരനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അവർ പറഞ്ഞത്, ഉസ്താദേ 1000 രൂപ ആഴ്ചയിൽ കാണുമ്പോൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ അള്ളാഹ് വലുത് തരാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കത് തരാതിരുന്നത് എന്നാണ്. അങ്ങനെ 11,000 അള്ളാഹു എനിക്ക് തന്നു എന്നാണ്. അതിൽ 1000 രൂപ അവർ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയം ചെയ്തു. 10,000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ 1000 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. സ്വഭാവലേറിൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വളരെ സിമ്പിളായ ഒരു ചോദ്യം, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാൾ ചൊല്ലാൻ മറന്നുപോയാൽ, അവൻ ഓർക്കുന്നത് ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിലാണെങ്കിൽ ആ സമയത്ത് അവൻ എന്താണ് ചൊല്ലേണ്ടത്? അത് ചൊല്ലിയാൽ പിശാച് കഴിച്ചത് ഛർദ്ദിച്ചിട്ടുണ്ട് പോകുന്നതാണ്. എന്താണ് അവൻ ചൊല്ലേണ്ടത്? കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യണം കേട്ടോ. പ്രയാസങ്ങൾ അനുഭവിക്കണ മനുഷ്യന്മാർ സന്തോഷിക്കട്ടെ എന്നേ, അതിലൂടെ നമ്മളെ അള്ളാഹ് സന്തോഷിപ്പിക്കൂലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചവനെ ഇതിൻ്റെ മിഥ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദതും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ.
സ്വബാഹുൽ ഖൈർ കുടുംബങ്ങളിൽ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണയല്ല. ഐക്യവും സന്തോഷവും നിലനിർത്തണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. പ്രയാസത്തിലാക്കല്ലയല്ല. പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. മറ്റു പല പരീക്ഷകൾക്കുമായി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. ശോഭനമായ ഭാവി നൽകണയല്ല. നല്ല ഇടങ്ങളിൽ അഡ്മിഷൻ നീ നൽകണയല്ല. കരുണക്കടലായ റബ്ബേ, കടബാധ്യതയിൽ മുങ്ങിത്താഴുന്നവരുണ്ട്. കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല. വീടെന്ന സ്വപ്നം കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ ഭവനം നൽകണയല്ല. ഓരോ മക്കളെയും കാണുമ്പോൾ പടച്ചോനെ ഞങ്ങൾക്ക് മക്കളില്ലല്ലോ അല്ല, ഒന്ന് താലോലിക്കാൻ കൊതിയാകുന്നു അല്ല എന്നോർത്ത് ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുന്നവരുണ്ട്. നിൻ്റെ കാരുണ്യം കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. പടച്ചവനെ, ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്. സമാധാനവും സന്തോഷവും നൽകണയല്ല. പ്രതിസന്ധികളിൽ നിന്നവർക്ക് കാവൽ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളത് ഏറ്റെടുക്കണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ, ബുദ്ധിമുട്ടുകൾ, ശൈത്വാനിയത്തെല്ലാം നീ ബാത്തുലാക്കണയല്ല. യാ റബ്ബി, ഞങ്ങൾക്ക് കടം വാങ്ങിയിട്ട് തരാത്തവരുണ്ട്. അവരുടെ മനസ്സ് നീ നന്നാക്കി ഞങ്ങളിലേക്ക് തിരിക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് പോകുന്നവരുണ്ട്. യാ റബ്ബന, അവരുടെ യാത്രകൾ എളുപ്പമാക്കണയല്ല. മഖബൂലും മബ്റൂറും മർദിയുമായി അമലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. മുത്തായ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.